ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം യുഗമുഖാത് അമൃതദ്രവ സംയുതം വിപദാ ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 4-ാമത്തെ അധ്യായം. സതി അവളുടെ ശരീരം ത്യജിക്കുന്നു. ശ്ലോകം 8 മുതൽ 12 വരെ വായിക്കാം. സൗന്ദര്യ സംപ്രശ്ന സമർത്ഥവാർത്തയാ മാത്രാ ച മാതൃശ്വശ്രുഭീശ്ച സാദരം ദത്താം സപര്യാം വരമാസനം ച സ നാദത്തപിത്രാ പ്രതിനന്ദിതാ സതി. അരുദ്രഭാഗം തമവേക്ഷ്യ ജാദ്വരം പിത്രാ ച ദേവേ കൃതഹേളനം വിഭോ അനാദൃതാ യജ്ഞസദസ്യധീശ്വരീ സുഗോപലോകാനി വദച്ഛതീരുഷാ. ജഗർഹസാമർഷ വിപന്നയാ ഗിരാ ശിവദ്വിഷം ധൂമപദശ്രമസ്മയം സുതേജസാ ഭൂതഗണാൻ സമുദ്ധിതാൻ നിഗൃഹ്യ ദേവീ ജഗദോഭിശൃണ്ണത. ശ്രീദേവി ഉവാച നയാസ്യ ലോകേസ്ത്യതിശായനാ പ്രിയ തഥാ പ്രിയോ ദേഹഭൃതാം പ്രിയാത്മനാ തസ്മിൻ സമസ്താത്മനി മുക്തവൈരകേ കൃതേ ഭവന്തം കഥമപ്രതീപയേത്. ദോഷാം പരേഷാം ഹി ഗുണേഷു സാധവോ ഗൃഹ്ണന്തി കേചിന്ന ഭവാദൃശാദ്വിജാ ഗുണാംശ ഫൽഗൂൻ ബഹുലീകരിഷ്ണവോ മഹത്തമാസ്തേഷ്വവിദദ്ഭവാനഘം. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗീതാമാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4 അധ്യായം 4 ശ്ലോകം 8. സൗന്ദര്യ സംപ്രശ്ന സമർത്ഥവാർത്തയാ മാത്രാ ച മാതൃശ്വശ്രുഭിശ്ച സാദരം ദത്താം സപര്യാം വരമാസനം ജസാ നാദത്ത പിത്രാ പ്രതിനന്ദിതാ സതി. വിവർത്തനം. മാതാവിനാലും സഹോദരിമാരാലും സ്വീകരിക്കപ്പെട്ടെങ്കിലും അവൾ അവരുടെ സ്വീകരണ വാക്കുകൾക്ക് മറുപടി പറഞ്ഞില്ല. മാതാവും സഹോദരിമാരും ഇരിപ്പിടവും സമ്മാനങ്ങളും വാഗ്ദാനം ചെയ്തെങ്കിലും പിതാവ് സ്വാഗതം ചെയ്യുകയോ സംസാരിക്കുകയോ ക്ഷേമങ്ങൾ അന്വേഷിക്കുകയോ ചെയ്യാത്തതിനാൽ അവൾ അതൊന്നും സ്വീകരിച്ചില്ല. ശ്ലോകം 9.
അരുദ്രഭാഗം തമവീക്ഷ്യ ചാത്വരം പിത്രാജ ദേവേ കൃതഹേളിനം വിഭോ അനാദൃതയജ്ഞ സദസ്രുതീശ്വരി ചുഗോപലോകാനിവദശ്യതീരുഷാ. വിവർത്തനം. യജ്ഞത്തിൽ തന്റെ ഭർത്താവ് മഹാദേവന് തർപ്പണങ്ങളൊന്നുമില്ലെന്ന് യജ്ഞസ്ഥലത്ത് സന്നിഹിതയായ സതി കണ്ടറിഞ്ഞു. യജ്ഞത്തിൽ മഹാദേവനെ ക്ഷണിക്കുന്നതിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഉന്നതമായ ഉണർവുള്ള പത്നി ആഗതയായപ്പോൾ അവളെ സ്വീകരിക്കുന്നതിലും തന്റെ പിതാവ് പരാജയപ്പെട്ടെന്ന് അവൾക്ക് ബോധ്യമായി. അത് അവളെ അതിരൂക്ഷമായ കോപത്തിലാക്കുകയും അവൾ അവനെ തീക്ഷ്ണമായ നേത്രങ്ങളാൽ ദഹിപ്പിക്കും വിധം നോക്കുകയും ചെയ്തു. ശ്ലോകം 10. ജഗർഹസാമർഷ വിഭന്നയാഖിര ശിവദ്വിഷം ധൂമപദശ്രമസ്മയം സ്വതേജസാ ഭൂതഗണാൻ സമുദ്ധിതാൻ നിഗൃഹ്യ ദേവി ജഗതോഭ്യശൃണ്വതാ. വിവർത്തനം. മഹാദേവന്റെ അനുയായികളായ ഭൂതഗണങ്ങൾ ദക്ഷന് മുറിവേൽപ്പിക്കുവാനും അവനെ വധിക്കുവാൻ തന്നെയും തയ്യാറായെങ്കിലും സതി അവളുടെ ആജ്ഞയാൽ അത് തടഞ്ഞു. കോപതാപങ്ങളിൽ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്ന അവൾ ഫലേച്ഛ പ്രവർത്തനങ്ങളോടുകൂടിയ യജ്ഞപ്രക്രിയകളെയും അനാവശ്യവും കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതുമായ അത്തരം യജ്ഞങ്ങൾ നടത്തുന്നതിൽ അഭിമാനം കൊള്ളുന്നവരെയും അപലപിക്കുവാൻ ആരംഭിച്ചു. പ്രത്യേകിച്ചും സകലരുടെയും സാന്നിധ്യത്തിൽ സ്വന്തം പിതാവിനെതിരെ ശിക്ഷ വിധിക്കും പോലെ സംസാരിക്കുവാൻ ആരംഭിച്ചു. ശ്ലോകം 11. ശ്രീദേവ്യോവാച നയാസ്യ ലോകേസ്ത്യതിശായന പ്രിയസ്തദാ പ്രിയോ ദേഹഭൃതം പ്രിയാത്മന തസ്മിൻ സമസ്താത്മനി മുക്തവൈരഗേ ഹൃദേ ഭവന്തം കഥമപ്രദീപയേത്. വിവർത്തനം. അനുഗ്രഹീതയായ ദേവി പറഞ്ഞു, എല്ലാ ജീവികളിലും വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് മഹാദേവൻ. അദ്ദേഹത്തിന് ശത്രുതയില്ല. അദ്ദേഹത്തിന് ആരും വളരെ പ്രിയപ്പെട്ടവരല്ല. ആരും അദ്ദേഹത്തിന്റെ ശത്രുവുമല്ല. എല്ലാ ശത്രുതകളിൽ നിന്നും മുക്തനായ അത്തരമൊരു ലോകമൂർത്തിയോട് അങ്ങേക്കൊഴിച്ച് ആർക്കും ശത്രുത പുലർത്താൻ കഴിയില്ല. ശ്ലോകം 12. ദോഷാൻ പരേഷാം ഹി ഗുണേഷു സാധവോ ഗൃഹ്ണന്തി കേചിന്ന ഭവാദൃശാദ്വിജ ഗുണാംശ ഫൽഗുൻ ബഹുലീകരിഷ്ണവോ മഹത്തമാസ്ത്വേഷ വിദദ്ഭവാനകം. വിവർത്തനം. ദ്വിജനായ ദക്ഷ, അങ്ങേക്ക് വളരെ നിസ്സാരമായി അപരരുടെ യോഗ്യതകളിൽ അപരാധം ദർശിക്കുവാൻ കഴിയുന്നു. മഹാദേവൻ എങ്ങനെ തന്നെയായാലും അന്യരുടെ യോഗ്യതകളിൽ ന്യൂനത കാണിക്കുകയില്ലെന്ന് മാത്രമല്ല, ആരിലെങ്കിലും ചെറിയൊരു നന്മ കണ്ടാൽ പോലും അത് പർവ്വതീകരിച്ച് മഹത്വമുള്ളതാക്കും. നിർഭാഗ്യവശാൽ അങ്ങ് അത്തരമൊരു മഹാത്മാവിൽ അപരാധം കണ്ടുപിടിക്കാൻ കഴിയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഗീത മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ സതീദേവി മഹാദേവന്റെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ കൊട്ടാരത്തിലേക്ക്, യജ്ഞവേദിയിലേക്ക് എത്തിച്ചേർന്നു. സതീദേവി ഒറ്റയ്ക്ക് പോകുന്നത് കണ്ട ഭൂതഗണങ്ങൾ, മഹാദേവന്റെ ഭൂതഗണങ്ങളും യക്ഷന്മാരും സതീദേവിയെ അനുഗമിച്ചു. സതീദേവിക്ക് അകമ്പടി സേവ നൽകി. സതീദേവിയെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. സതീദേവിക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ, ദർപ്പണം, പന്ത്, ശാരിക, പക്ഷി, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കളൊക്കെ നൽകി സതീദേവിയെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ മഹാദേവന്റെ ഭൂതഗണങ്ങളുടെ അകമ്പടിയോടുകൂടി സതീദേവി ദക്ഷന്റെ കൊട്ടാരത്തിൽ യജ്ഞഭൂമിയിൽ എത്തിച്ചേർന്നു. ആ സമയത്ത് എല്ലാവർക്കും ദക്ഷനെ ഭയമായതുകൊണ്ട് ദക്ഷൻ സതീദേവിയുമായും മഹാദേവനുമായും യഥാർത്ഥത്തിൽ അത്ര അടുപ്പത്തിലല്ല, അവർ നല്ല സ്വാരസ്യത്തിലല്ല എന്നറിയുന്നത് കൊണ്ട് എല്ലാവരും സതീദേവിയെ അവഗണിക്കുകയാണ് ഉണ്ടായത്. ദക്ഷനോടുള്ള ഭയം മൂലം ആരും സതീദേവിയെ സ്വീകരിക്കുകയോ സതീദേവിയോട് സന്തോഷപൂർവം സംസാരിക്കുകയോ ചെയ്യാതെ സതീദേവിയെ അവഗണിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ സതീദേവിയുടെ മാതാവിന്റെ സഹോദരിമാരും പ്രസൂതിയുടെ സഹോദരിമാരായിട്ടുള്ള ആകൂതിയും ദേവഹൂതിയും അവരുടെ മക്കൾ, അവരുടെ പെൺകുട്ടികളെല്ലാം സതീദേവി വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അവരെ ആശ്ലേഷിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ സതീദേവിക്ക് അതുകൊണ്ട് യാതൊരു സന്തോഷവും ഉണ്ടായില്ല. കാരണം ദക്ഷൻ സതീദേവിയെ പൂർണ്ണമായിട്ടും അവഗണിക്കുകയാണ് ഉണ്ടായത്. ദക്ഷന്റെ ഓമനപുത്രിയാണ് സതീദേവി. ദക്ഷൻ ഏറ്റവും പ്രിയപ്പെട്ട, ഓമനിച്ചു വളർത്തിയിട്ടുള്ള പുത്രിയാണ് സതീദേവി.
അങ്ങനെയുള്ള പിതാവ് തന്നെ അവഗണിക്കുന്ന സമയത്ത് മറ്റുള്ള സ്വീകരണങ്ങൾ കൊണ്ടൊന്നും സതീദേവിയെ തൃപ്തിപ്പെടുത്താൻ സാധിച്ചില്ല. സതീദേവിക്ക് വലിയ കോപമുണ്ടായി. പിതാവ് തന്നെ അവഗണിക്കുന്നത് കണ്ട സതീദേവിക്ക് വലിയ ദേഷ്യമുണ്ടായി എന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ സ്വീകരണവും സമ്മാനങ്ങളും ഒന്നും സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ സതീദേവിക്ക് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, സതീദേവി മറ്റൊരു കാര്യം കൂടി യജ്ഞഭൂമിയിൽ നിരീക്ഷിച്ചു. എന്താണ്? മഹാദേവനെ ആരും പരിഗണിക്കുന്നില്ല. യഥാർത്ഥത്തിൽ യജ്ഞം നടക്കുന്ന സമയത്ത് മഹാദേവന് ഒരു ഉന്നതമായിട്ടുള്ള സ്ഥാനം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ യജ്ഞത്തിന് ബൃഹസ്പതി സമം എന്ന് പറഞ്ഞ് നടത്തുന്ന ഈ യജ്ഞത്തിന് മഹാദേവനെ ക്ഷണിച്ചതുമില്ല. മഹാദേവന് മഹാദേവന് വേണ്ടി യാതൊരു അർപ്പണവും നടത്തുന്നില്ല. എല്ലാ ദേവന്മാർക്കും പ്രത്യേകം അർപ്പണങ്ങൾ നടത്താറുണ്ട്. ഇന്ദ്രായ സ്വാഹ, വരുണായ സ്വാഹ എന്ന് പറഞ്ഞ് ഓരോ ദേവന്മാർക്കും പ്രത്യേകം അർപ്പണങ്ങൾ നടത്താറുണ്ട്. പക്ഷെ ആരും മഹാദേവന് ഒരു അർപ്പണം നടത്തുന്നത് സതീദേവി കണ്ടില്ല. ശിവായ സ്വാഹ എന്നാരും പറയുന്നില്ല. അപ്പോൾ സതീദേവിക്ക് മനസ്സിലായി, ദക്ഷന്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്, മഹാദേവന് യാതൊരു അർപ്പണവും നടത്താൻ പാടില്ല, മഹാദേവന് യജ്ഞത്തിന്റെ ഓഹരി കൊടുക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ഇതെല്ലാം കൂടിയായപ്പോൾ തന്റെ ഭർത്താവിനെ അവഗണിക്കുന്നത് കണ്ടപ്പോൾ സതീദേവിക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി. സതീദേവി പ്രതീക്ഷിച്ചിരുന്നത് താൻ എത്തുന്ന സമയത്ത് താൻ വന്നല്ലോ എന്ന് വിചാരിച്ച് പിതാവ് തന്നെ സ്വീകരിക്കും, അങ്ങനെ ഇതുവരെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാകും എന്നാണ് സതീദേവി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് നേരെ വിപരീതമാണ്. തന്നെ കൂടുതൽ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. മഹാദേവനെ യജ്ഞത്തിന് ക്ഷണിച്ചില്ല. യജ്ഞത്തിന് സ്വന്തം താല്പര്യപ്രകാരം എത്തിച്ചേർന്നിട്ടുള്ള തന്നെ അവർ സ്വീകരിക്കുന്നില്ല, അതിനു പകരം അവഗണിക്കുന്നു. മഹാദേവനെയും പൂർണ്ണമായിട്ടും അവഗണിക്കും. മഹാദേവനെ ക്ഷണിച്ചതുമില്ല, മഹാദേവന് യജ്ഞത്തിന്റെ ആ ഭാഗം നൽകുന്നുമില്ല, മഹാദേവനെ ആരും സ്തുതിക്കുന്നുമില്ല. ഇത് കണ്ട സമയത്ത് സതീദേവിക്ക് വലിയ ദേഷ്യമുണ്ടായി. അപ്പൊ ഇങ്ങനെ ഒരു മഹാവൈഷ്ണവനെ, ഭഗവാന്റെ ഉത്തമ ഭക്തനെ, ഭഗവാന്റെ അവതാരം തന്നെയായിട്ടുള്ള മഹാദേവനെ അവഗണിച്ചുകൊണ്ട് ചെയ്യുന്ന യജ്ഞം അതൊരു കാണിച്ചുകൂട്ടൽ മാത്രമാണ്, അതൊരിക്കലും പൂർത്തിയാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം സതീദേവി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദക്ഷൻ. ദേഷ്യത്തോടുകൂടി സതീദേവി സംസാരിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ആ സമയത്ത് സതീദേവിക്ക് കോപമുണ്ടായ സമയത്ത് മഹാദേവന്റെ ഭൂതഗണങ്ങൾ ദക്ഷനെ ശിക്ഷിക്കാൻ ഒരുങ്ങി എന്നാണ് പറയുന്നത്. പക്ഷെ സതീദേവി അവരെ തടയുകയാണ് ഉണ്ടായത്. അവരെ തടഞ്ഞുകൊണ്ട് സതീദേവി ദക്ഷനോട് വളരെയധികം ദേഷ്യത്തോടുകൂടി സംസാരിക്കാൻ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് സതീദേവി പറയുന്നത്? സതീദേവി മഹാദേവന്റെ ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മഹാദേവനെ ദക്ഷൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല, ആരാണ് മഹാദേവൻ എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ മഹാദേവനെ അവഗണിക്കുന്നതും മഹാദേവനോട് ശത്രുതാപരമായിട്ട് പെരുമാറുന്നത്. അത് മഹാദേവന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ മഹാദേവനെ കുറിച്ച് സതീദേവി പറഞ്ഞു കൊടുക്കുകയാണ് 11ാമത്തെ ശ്ലോകം മുതൽ. നയാസ്യലോകേസ്ത്യതിശ അതിശായന പ്രിയ തഥാ പ്രിയോ ദേഹഭൃതാം പ്രിയ. മഹാദേവൻ യഥാർത്ഥത്തിൽ എല്ലാവരുടെയും സുഹൃത്താണ്. ഈ ഭൗതിക ലോകത്തിൽ ജീവൻ എടുത്തിട്ടുള്ള, ശരീരം എടുത്തിട്ടുള്ള എല്ലാവരുടെയും സുഹൃത്തായിട്ടാണ് മഹാദേവൻ പെരുമാറുന്നത്. അവരുടെയൊക്കെ ഉയർച്ചയാണ് മഹാദേവൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഉയർച്ചയാണ്. മഹാദേവന് ആരോടും ശത്രുതയില്ല, എല്ലാവരോടും സമദൃഷ്ടിയാണ്, സമഭാവനയാണ് മഹാദേവനുള്ളത് എന്നുള്ള കാര്യം സതീദേവി പറഞ്ഞു കൊടുത്തു. അത് ഭഗവാന്റെ തന്നെ ഒരു ക്വാളിറ്റിയാണ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ കൊടുത്തിട്ടുണ്ട്. സമോഹം സർവഭൂതേഷു, ഭഗവത്ഗീതയിൽ പറയുന്നു ഭഗവാൻ എല്ലാ ജീവജാലങ്ങളോടും സമഭാവനയാണ്. ആരോടും പ്രത്യേകിച്ച് ദേഷ്യമൊന്നും ഭഗവാനില്ല. ആരാണോ ഭഗവാന്റെ സേവനം നടത്തുന്നത് അവർക്കൊക്കെ ആ ഭഗവാന്റെ സേവനത്തിലേക്ക് പൂർണ്ണമായിട്ടും സ്വാഗതം ഭഗവാൻ നൽകുന്നുണ്ട്. സമോഹം സർവഭൂതേഷു, അതേ ഗുണം മഹാദേവനും ഉണ്ട് എന്നാണ് പറയുന്നത്.
ഭഗവാന്റെ അവതാരമായിട്ടുള്ള മഹാദേവനും ഭഗവാന്റെ ആ ഒരു ക്വാളിറ്റി പൂർണ്ണമായിട്ടുമുണ്ട്. സമൂഹം സർവഭൂതേഷു. അപ്പൊ മഹാദേവന് ആരോടും ശത്രുതയില്ല. എല്ലാവരോടും സമഭാവനയുള്ള ആ മഹാദേവനോട് ശത്രുത പുലർത്താൻ ദക്ഷന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് സതീദേവി പറഞ്ഞു. അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് എങ്ങനെയാണ് ശത്രുത പുലർത്താൻ സാധിക്കുന്നത്? ആരോടും ശത്രുതാപരമായിട്ട് പെരുമാറാത്ത ഒരു വ്യക്തിയോട് ശത്രുത പുലർത്താൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ദക്ഷനോട് സതീദേവി പറഞ്ഞു. മാത്രമല്ല മഹാദേവന്റെ മറ്റൊരു ക്വാളിറ്റി 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. മഹാദേവൻ മറ്റുള്ളവരുടെ മഹത്വങ്ങൾ വിപുലീകരിച്ച് കാണുന്ന വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. മറ്റുള്ള ഒരു വ്യക്തിയിൽ ചെറിയൊരു ഗുണമുണ്ടെങ്കിൽ അതിനെ മഹത്വപ്പെടുത്താൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് മഹാദേവൻ. 99 ദോഷങ്ങൾ ഒരു വ്യക്തിയിലുണ്ട്, ഒരു നല്ല ഗുണം മാത്രമുണ്ട്. അങ്ങനെയുള്ള വ്യക്തിയിലെ ഒരു ഗുണം മാത്രമേ, നല്ല ഗുണം മാത്രമേ മഹാദേവൻ കാണുകയുള്ളൂ. ബാക്കി 99 ദോഷങ്ങളും മഹാദേവൻ കാണുന്നില്ല എന്നാണ് പറയുന്നത്. അതാണ് ഒരു വൈഷ്ണവന്റെ, ഒരു ഉന്നതനായിട്ടുള്ള ഭഗവത് ഭക്തന്റെ സ്വഭാവം എന്നാണ് പറയുന്നത്. അപ്പൊ മഹാദേവൻ മറ്റുള്ളവരുടെ മഹത്വം മാത്രമാണ് കാണുന്നത്. ദോഷങ്ങളൊന്നും കാണാതെ ഒരു മഹത്വം ഉണ്ടെങ്കിൽ അത് മാത്രം കണ്ട് അതിനെ വിപുലീകരിച്ച് കാണുന്ന, അതിനെ വലുതാക്കി കാണുന്ന വ്യക്തിയാണ് മഹാദേവൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മഹാദേവൻ അസുരന്മാർക്ക് പോലും അനുഗ്രഹങ്ങൾ നൽകുന്നത്. ഭൂതപ്രേതങ്ങളെയൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുള്ള, പൂർവജന്മത്തിൽ പാപം ചെയ്ത് ഒരു ശരീരം പോലും ലഭിക്കാത്തവരാണ് ഭൂതപ്രേത പിശാചുക്കൾ. അവർക്ക് പോലും സംരക്ഷണം നൽകാൻ തയ്യാറാകുന്നത് അവരോടുള്ള ആ ദയ മൂലമാണ്. അവരിൽ ചെറിയ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അതാണ് മഹാദേവൻ കാണുന്നത്. അത് മാത്രമാണ് മഹാദേവൻ കാണുന്നത് എന്ന് പറയുന്നത്. അങ്ങനെയാണ് അസുരന്മാർക്കൊക്കെ വരം നൽകുന്നത്. അസുരന്മാർക്ക് എന്ത് തെറ്റുകൾ ചെയ്താലും ചെറുതായിട്ട് കുറച്ചും ഒരു തപസ്യ ചെയ്തു കഴിഞ്ഞാൽ മഹാദേവൻ അവരിൽ സന്തുഷ്ടനാകും. അങ്ങനെ അവർക്ക് വരങ്ങൾ നൽകും. ഇതാണ് മഹാദേവന്റെ ക്വാളിറ്റി. മറ്റുള്ളവരുടെ മഹത്വം വിപുലീകരിക്കുന്ന വ്യക്തിയാണ് മഹാദേവൻ. മറ്റുള്ളവരുടെ ദോഷങ്ങളൊന്നും മഹാദേവൻ കാണുന്നില്ല. പക്ഷെ ഇവിടെ ദക്ഷൻ, നിങ്ങൾ നേരെ വിപരീതമാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് സതീദേവി ദക്ഷനെ കുറിച്ച് പറയുന്നത്. മഹാദേവന്റെ നേരെ വിപരീത സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത്. എന്താണ്? മറ്റുള്ളവരിൽ ഇത്രയും മഹത്വം ഉണ്ടായിട്ടും ആ മഹത്വമൊന്നും കാണാതെ ദോഷങ്ങൾ കണ്ടുപിടിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. 99 നല്ല ഗുണങ്ങളുണ്ട്, പക്ഷെ ഒരു ദോഷം മാത്രം കണ്ടുപിടിക്കും, ദോഷമുണ്ട്. ആ ദോഷത്തിനെ വലുതാക്കി കാണിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. മറ്റ് 99 ഗുണങ്ങളെ നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദക്ഷനോട് സതീദേവി കോപിക്കുകയാണ്. ഈ കോപം സ്വാഭാവികമാണ് എന്ന് പറയുന്നു. കാരണം ഭവർത്തത്തിൽ ശിലപ്രഭാതർ പറയുന്നുണ്ട്, ഒരു ഭക്തനോ അല്ലെങ്കിൽ ഭഗവാനോ അവഗണിക്കപ്പെടുന്ന സമയത്ത് ഭഗവാന്റെ ഭക്തന് സ്വാഭാവികമായിട്ടും കോപമുണ്ടാകും. ആ കോപം ഭക്തിയുടെ ഭാഗമാണ്. ഭക്തിയിലും കോപമുണ്ട് എന്ന് പറയും അല്ലെ? ഹനുമാൻ കോപം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കു വേണ്ടിയിട്ടാണ്? ശ്രീരാമചന്ദ്ര ഭഗവാന് വേണ്ടിയിട്ടാണ് കോപം പ്രകടിപ്പിച്ചത്. ഇപ്പൊ ഭഗവാനോ ഭഗവാന്റെ ഉന്നതരായിട്ടുള്ള ഭക്തന്മാരോ അപമാനിക്കപ്പെടുന്ന സമയത്ത് കോപമുണ്ടാകുന്നത് ഭക്തന്റെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയാണ്. അങ്ങനെ കോപം ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഭക്തിയില്ല എന്നാണ് അർത്ഥം. ഭഗവാനെ ആരെങ്കിലും അപമാനിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരെ ആരെങ്കിലും അവഹേളിക്കുന്നു, എന്നിട്ട് നമ്മൾക്ക് യാതൊരു പ്രശ്നവുമില്ലെങ്കിൽ നമ്മൾക്ക് ഭക്തിയില്ല, നമ്മുടെ ഭക്തി നശിച്ചുപോയി എന്നാണ് അർത്ഥം എന്ന് പറയും. സതീദേവിക്ക് വലിയ കോപമുണ്ടായി. മഹാദേവൻ ഭഗവാന്റെ ഉന്നതനായിട്ടുള്ള ഭക്തനാണ്, മാത്രമല്ല തൻ്റെ പതിയാണ്. സതീദേവി പതിവ്രതയായിട്ടുള്ള പത്നിയാണ്. പതിവ്രതയായിട്ടുള്ള പത്നിക്ക് ഭർത്താവ് അവഹേളിക്കപ്പെടുമ്പോഴാണ് കോപം ഉണ്ടാകുന്നത്. താൻ അവഹേളിക്കപ്പെടുന്ന സമയത്തല്ല. തന്റെ ഭർത്താവിനെ കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് സംസാരിക്കുമ്പോഴാണ് പതിവ്രതയായിട്ടുള്ള ഒരു പത്നിക്ക് കോപമുണ്ടാകുന്നത് എന്ന് പറയും. അപ്പൊ സതീദേവി അത്രയും പതിവ്രതയായിട്ടുള്ള സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവഗണിച്ചതിലല്ല, മഹാദേവനെ അവഗണിച്ചത് കൊണ്ട് സതീദേവിക്ക് അത്രയും കോപമുണ്ടായി. ദക്ഷന് നേരെ സംസാരിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അതിൽ മഹാദേവന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് പറഞ്ഞത്. മഹാദേവന് എല്ലാവരോടും
സമഭാവനയുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം പറഞ്ഞത് മഹാദേവൻ ഒരു വ്യക്തിയുടെ മഹത്വങ്ങൾ വിപുലീകരിച്ച് പർവ്വതീകരിച്ച് കാണുന്ന വ്യക്തിയാണ്. അദ്ദേഹം മറ്റുള്ളവരുടെ ദോഷങ്ങളൊന്നും കാണുന്നില്ല. ഒരു ചെറിയ ഗുണമുണ്ടെങ്കിൽ അതിനെ വലുതാക്കി കാണുന്ന വ്യക്തിയാണ് മഹാദേവൻ എന്ന് പറഞ്ഞു. ദക്ഷൻ അതിന്റെ വിപരീതമായിട്ടാണ് കാണുന്നത് എന്നും പറഞ്ഞു. വലിയ വലിയ മഹത്തായിട്ടുള്ള ഗുണങ്ങളൊന്നും ദക്ഷൻ കാണുന്നില്ല. ദക്ഷൻ കാണുന്നത് ചെറിയ ദോഷങ്ങളെ പർവ്വതീകരിച്ച് കാണുകയാണ് ദക്ഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം സതീദേവി ദക്ഷനെ കുറിച്ച് പറഞ്ഞു. ഇനിയും അടുത്ത ശ്ലോകങ്ങളിൽ മഹാദേവന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നുണ്ട്. മഹാദേവനെ കുറിച്ച് വളരെ മോശമായിട്ട് ദക്ഷൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം മറുപടി സതീദേവി നൽകുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ വായിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നാമം ജപിക്കാം. അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. രമാഭായി മാതാജി ജപിച്ചോ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ ഹരേ